ദേവലോകം മുടങ്ങിപ്പോയെങ്കിലും MT വാസുദേവൻ നായർ തന്നെ രചന നിർവഹിച്ച, ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്ന പേരിൽ സിനിമയിൽ തുടക്കം കുറിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടിയുടെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. 150 രൂപയായിരുന്നു VVK മേനോൻ കൊടുത്തത്. അത് 75 രൂപ വെച്ച് 2 തവണയായിട്ട്. ആ പടത്തിലെ നായകനായ സുകുമാരന് കൊടുത്തത് 30,000 രൂപയായിരുന്നു. മമ്മൂട്ടിയുടെ മൂന്നാമത്തെ സിനിമയായിരുന്നു PG വിശ്വംഭരൻ്റെ സ്ഫോടനം. ജയനെ നായകനാക്കി ജയനും ഷീലയും നമ്മുടെ വിജയ മൂവീസ് ബാബു സേവ്യറും കൂടി നിർമ്മിക്കാൻ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു സ്ഫോടനം. അദ്ദേഹം ജയൻ മരിച്ചു പോയപ്പോൾ പകരം ഷീലയും വിജയ മൂവീസ് ബാബു സേവ്യറും കൂടെയാണ് ആ പടം നിർമ്മിച്ചത്. ഈ സിനിമയിൽ മമ്മൂട്ടി ഷീലയുടെ സഹോദരൻ്റെ വേഷത്തിലാണ് അഭിനയിച്ചത്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ PG വിശ്വംഭരൻ പറഞ്ഞു, മമ്മൂട്ടി എന്ന പേര് മാറ്റണം. ജാതിയും മതവും ഇല്ലാത്തൊരു പേരുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രേക്ഷക പിന്തുണയും ആരാധകരും ഒക്കെ ഉണ്ടാവും. നമുക്ക് പുതിയൊരു പേരിടാം എന്നായി PG വിശ്വംഭരൻ. മമ്മൂട്ടിക്ക് സമ്മതം. PG വിശ്വംഭരൻ പേരിട്ടു സജിൻ. എന്തൊരു ബോറായിരുന്നല്ലേ ഇദ്ദേഹത്തിന്. മമ്മൂട്ടിക്ക് സജിൻ എന്നായിരുന്നു പേരെങ്കിൽ. സ്ഫോടനത്തിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ മമ്മൂട്ടിക്ക് ന്യായമായ ഒരു സംശയം. സജിൻ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് എഴുതിയിരിക്കുന്നു. പടം റിലീസായപ്പോൾ പുറത്തുള്ള പേരിനെ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞു. ബ്രാക്കറ്റിലുള്ള പേരങ്ങ് അംഗീകരിച്ചു. മമ്മൂട്ടി മതിയെന്നായി.